ഹലോ ഗായ്സ്, നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കിയാലോ? നല്ല ചൂടപ്പവും മുട്ടക്കറിയും. അപ്പത്തിന് വേണ്ടി 1/4 കപ്പ് വറുത്ത അരിപ്പൊടി, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ ഇളക്കണം. എന്നിട്ട് ഗ്യാസ് ഓണാക്കി അതിൽ വെച്ച് കപ്പി കാച്ചിയെടുക്കണം. എന്നിട്ട് തിക്കായി വരുന്ന സമയത്ത് ഒന്ന് ചൂടാറാൻ വേണ്ടി സൈഡിലോട്ട് മാറ്റി വെക്കണം. എന്നിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് 1 കപ്പ് വറുത്ത അരിപ്പൊടി, അതിലോട്ട് കപ്പി കാച്ചി വെച്ചത്, അര സ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് പഞ്ചസാര, ആവശ്യത്തിന് വെള്ളം. എന്നിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മാവ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മാവ് ഇവിടെ 10 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മുട്ടക്കറി റെഡിയാക്കാം. ഉള്ളി, തക്കാളി, പച്ചമുളക്, മുട്ട, കറിവേപ്പില, മല്ലിച്ചപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ, പെരുംജീരകം, ഇതൊക്കെയാണ് നമുക്ക് മുട്ടക്കറിക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് മുട്ട വേവിച്ചെടുക്കാം. കുക്കറിൽ ഇത്തിരി വെള്ളവും ഇത്തിരി ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി ഒരു പാന് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ല ചൂടായി വരുന്ന സമയത്ത് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴറ്റണം. ഒരിത്തിരി ഉപ്പും കൂടെ ഇടാമേ, അതൊന്ന് വേഗം വാടി വരാൻ വേണ്ടിയിട്ട്. അപ്പം അതൊരു ചെറിയ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇത്തിരി ഗരം മസാല, ഇതെല്ലാം ചേർത്ത് പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം.
ഒരിത്തിരി വെള്ളം കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. അങ്ങനെ തക്കാളിയൊക്കെ ഉടഞ്ഞു വരുന്ന സമയത്ത് തേങ്ങയും പെരിഞ്ജീരകവും കൂടി അരച്ച് വെച്ച മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് തിളയ്ക്കാൻ വെക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് കത്തി കൊണ്ട് വരഞ്ഞ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ടക്കറി ഇവിടെ റെഡിയാണ്. അപ്പം നമ്മൾ അവിടെ ഒരു മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് കറക്റ്റ് പരുവായിട്ടുണ്ട്. അതിലാവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു അപ്പച്ചട്ടി ഗ്യാസിലോട്ട് വെക്കാം. അതിലേക്ക് നമുക്ക് ഒരു കയ്യിൽ മാവ് ഒഴിക്കാം. എന്നിട്ട് നല്ല ചുറ്റിച്ചെടുത്ത നല്ല പൂ പോലത്തെ അപ്പം റെഡിയാവും. ഇനി നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇതാ നമ്മുടെ അപ്പം റെഡി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, പൂ പോലത്തെ അപ്പം. നല്ല ചൂടപ്പവും നല്ല ചൂട് മുട്ടക്കറിയും. ഇതേപോലെ പുതിയ റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.